ശ്രീനന്ദനം ലവ് ആഫ്റ്റർ മാരേജ്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. രാവിലെ മുറ്റത്തിട്ട കസേരകളിൽ ഇരിക്കുകയാണ് ശ്രീത്തും ജാനകിയും. നന്ദന അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് ഉമ്മറത്തും. നയനമുറിയിൽ കഥകടച്ചിരിപ്പാണ്. ശ്രീത്ത് രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയത്. പലഹാരങ്ങളും ഫ്രൂട്ട്സുമൊക്കെയായി വലിയ കവറുകളും ഉണ്ടായിരുന്നു കയ്യിൽ. ആദ്യമായി ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോൾ നാട്ടു നടപ്പനുസരിച്ചുള്ള എല്ലാവരും ചെയ്തു. നന്ദനയ്ക്ക് താൻ ചോദിക്കാൻ കരുതി വെച്ചിരുന്ന ചോദ്യങ്ങളൊന്നും പുറത്തെടുക്കാൻ അവസരം കിട്ടിയില്ല. കാരണം രാത്രി 11 മണിയായപ്പോൾ ജാനകിക്ക് കഠിനമായ വേദന തുടങ്ങി. കുറെ നേരം ശ്രീത്ത് അവരുടെ കൂടെ തന്നെ ഇരുന്നു. ഒടുക്കവർ നിർബന്ധിച്ചാണ് അവൻ പോയി കിടന്നത്. അമ്മയെ ഉറക്കി നന്ദന മുറിയിലെത്തിയപ്പോഴേക്കും അവൻ ഉറങ്ങിയിരുന്നു. രാവിലെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് കാര്യങ്ങളൊക്കെ അറിയണം, എന്നിട്ട് വേണം ഇങ്ങയുടെ കൂടെ പോണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ അവൾ ഉറപ്പിച്ചു. അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ശ്രീത്തിന്റെ ചോദ്യം കേട്ട് നന്ദന കാതു കൂർപ്പിച്ചു. പക്ഷെ അവളുടെ നോട്ട് ഫോണിലായിരുന്നു. ഇനി താൻ ഒളിഞ്ഞു കേൾക്കുന്നു എന്ന പരിഹാസം കേൾക്കാൻ വയ്യ. എനിക്ക് എന്താ ആഗ്രഹം? നന്ദുവിന്റെയും നയനയുടെയും കല്യാണം കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് നടന്നു, അടുത്തതിന് ഞാൻ ബാക്കിയുണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. ജാനകി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ഏയ് അതല്ല, വേറെന്തെങ്കിലും? എവിടെയെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആഹാരം കഴിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ജാനകി കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ അവനെ നോക്കി. എനിക്ക് ടാക്കീസിൽ പോയി ഒരു സിനിമ കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ അവസാനമായിട്ട് അങ്ങനെ കണ്ടത് അമര എന്ന സിനിമയാണ്, ഇവരുടെ അച്ഛൻ്റെ കൂടെ. പഴയ ഓർമ്മയിൽ അവരൊന്ന് ചിരിച്ചു. വിജയ ടാക്കീസ് ഓലമേഞ്ഞൊരു കെട്ടിടാ. അതൊന്നും ഇപ്പം ഇല്ല. അവിടെ ഓഡിറ്റോറിയം വന്നു. അന്ന് ടാക്കീസിൽ നല്ല തിരക്കായിരുന്നേ. സിനിമ കണ്ട് ഞാൻ കരയുന്ന കണ്ടിട്ട് ഗോപിയേട്ടൻ കുറേ കളിയാക്കി. പിന്നെ അതിനുള്ള അവസരം കിട്ടിയില്ല. ഓരോ കഷ്ടപ്പാടുകൾ മോൻ കേട്ടിട്ടുണ്ടാവും. ഇവിടെ അച്ഛൻ രാഷ്ട്രീയമായിരുന്നു വലുത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ല. ഈ വീടൊരു ചെറ്റപ്പുരയായിരുന്നു. മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം പുറത്തു പോയില്ല. കൂലിപ്പണി എടുക്കുന്ന പൈസ കൊണ്ട് വീട് നന്നാക്കാൻ പറ്റില്ലല്ലോ. ഒടുക്കം ബാങ്കിൽ നിന്ന് ലോണും പാർട്ടിക്കാരുടെയും എൻ്റെ ഏട്ടൻ്റെയും സഹായം കൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും ആക്കിയെടുത്ത്. ഇടയ്ക്ക് ഞാൻ ഗോപിയേട്ടനോട് വഴക്കിടും. 2 പെൺമക്കളെ കുറിച്ച് ഓർക്കാതെ നാട്ടുകാർക്ക് വേണ്ടി ഓടി നടക്കുന്നു പറഞ്ഞ്. പക്ഷേ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന ആ ഗോപിയേട്ടൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒടുക്കാൻ നല്ല ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. അന്ന് ആരൊക്കെയോ സഹായിച്ചു. ആ പേരിലാണ് മരണം വരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച്. എന്നോട് എപ്പോഴും പറയും, ജാനകി, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ അതിൻ്റെ ഫലം നാളെ കറങ്ങിത്തിരിഞ്ഞ് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കോ കിട്ടുമെന്ന്. ഒരാൾ ആഹാരം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞാൽ അവരുടെ വിശപ്പ് മാറ്റുന്നവരെ സമാധാനം കിട്ടാണ്ടിരുന്നൊരു മനുഷ്യൻ. ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ അവരുടെ കണ്ണുകളിൽ നനവ് പടർന്നു. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച് അവരെ കെട്ടിക്കുകയല്ല, പെൺമക്കളെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കിയാണ് വേണ്ടതെന്നാ ഗോപിയേട്ടൻ്റെ വാദം. അവരെ പഠിപ്പിക്കാൻ വേണ്ടി നന്നായി അധ്വാനിച്ചു. പക്ഷേ ഒന്നും സാധിക്കാതെ അദ്ദേഹം പോയി. കുറച്ചു നേരം നിശബ്ദത. ഓൻ നേരത്തെ ചോദിച്ചില്ലേ എന്താ ആഗ്രഹം ബാക്കിയായതെന്ന്? കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെയും കൊണ്ട് കടൽ കാണിക്കാൻ പോകാമെന്നൊരു വാക്ക് അദ്ദേഹം തന്നിരുന്നു. അതിന് പറ്റിയില്ല. ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുമില്ല. പണി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഓഫീസിലായിരിക്കും രാത്രി വരെ. ആ കടമകളും തിരക്കുകളും ഞാനും മനസ്സിലാക്കണമല്ലോ. ഇപ്പം അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. അധികം കിടന്ന് നരകിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് മരിച്ചു പോയാൽ മതി. ഇത്രേ ഉള്ളോ? ശ്രീത്ത് വിഷയം മാറ്റാനെന്ന പോലെ ഉറക്കെ ചിരിച്ചു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ആദ്യം സിനിമ, പിന്നെ കടല്. യോ, അതൊന്നും വേണ്ട മോനെ, നീ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരാനാ ഞാൻ ചോദിച്ചെന്നേ. വാ എണീറ്റേ. അവൻ ജാനകിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ നന്ദനയെ നോക്കി. അമ്മയെ പെട്ടെന്ന് റെഡിയാക്ക്. നീ റെഡിയാവും. നയനയും വിളിച്ചോ. ആൾ മുഖം വീർപ്പിച്ച് നിന്നതേ ഉള്ളൂ. പറഞ്ഞു കേട്ടില്ലേ? അവൻ്റെ ഭാവമാർന്ന് കണ്ടപ്പോൾ നന്ദന അമ്മയും കൊണ്ട് അകത്തേക്ക് നടന്നു. അധികം സമയമെടുക്കാതെ അവൾ അമ്മയുടെ വസ്ത്രമൊക്കെ മാറ്റി. അവളും തയ്യാറായി. നയനയെ വിളിച്ചെങ്കിലും ആൾ ഒഴിഞ്ഞു മാറി. ശ്രീത്ത് നേരെ കാർ ഓടിച്ച തിയേറ്ററിലേക്കാണ്. രാവിലത്തെ ഷോക്കുമ്പോൾ ടിക്കറ്റ് അവൻ പുറപ്പെടും മുമ്പ് ബുക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം തമാശകളുള്ള ഒരു ന്യൂജൻ മലയാള സിനിമ. ജാനകിയെ നന്നായി ആസ്വദിച്ചു. ശ്രീത്ത് സിനിമ ശ്രദ്ധിക്കാതെ ജാനകിയുടെ മുഖത്തെ സന്തോഷം നോക്കിയിരിക്കുന്നത് നന്ദന കണ്ടു. അവളും സ്ക്രീനിലേക്ക് നോക്കിയില്ല. ശ്രീത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന ചോദ്യത്തിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ്. സിനിമയ്ക്ക് ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ കയറി. ജാനകിക്ക് അവർ ആവശ്യപ്പെട്ട പോലെ ഊണും നന്ദനയ്ക്ക് ബിരിയാണിയും വാങ്ങിക്കൊടുത്തു. അവർ 2 ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് പാർക്കിലേക്ക് പോയി. തൻ്റെ അമ്മയെ ഊഞ്ഞാലിരുത്തി പതിയാട്ടുന്ന ഭർത്താവിനെ നോക്കി നന്ദന കുറച്ചു ദൂരെ മാറിയിരുന്നു.
അവൾക്ക് ഇതിലൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി. വൈകുന്നേരം 4 മണിയോടെ അവർ ബീച്ചിലെത്തി. തിരമാലകൾ കാലിനെ പുണരുന്ന് അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ജാനകി. ശ്രീത്ത് അവരെ താങ്ങി പിടിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട്. രണ്ടാളുടെയും കളിച്ചിരികൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജാനകി ക്ഷീണിച്ചു. നമുക്ക് പോയാലോ അമ്മേ? ആറ് നിറഞ്ഞ മനസ്സോടെ തലയാട്ടി. അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം പാഴ്സൽ വാങ്ങിയ ശേഷം കാറ് വീട് ലക്ഷ്യമായി സഞ്ചരിച്ചു തുടങ്ങിയതോടെ ജാനകി ഉറങ്ങി. ശ്രീത്ത് ഇയർഫോൺ കണക്ട് ചെയ്ത് ആരോട് സംസാരിക്കുകയാണ്. വീടെത്തുന്നവരെ അത് തുടർന്നു. അപ്പോഴേക്കും ജാനകി ഉറക്കമുണർന്നു. എങ്ങനെയുണ്ടായിരുന്നു? അമ്മയ്ക്ക് സന്തോഷമായോ? ശ്രീത്ത് പുഞ്ചിരിയോടെ ചോദിച്ചു. അവർ മറുപടി നൽകിയില്ല. പകരം അവന്റെ ശിരസിൽ കൈവച്ചു. മനം നിറഞ്ഞ അനുഗ്രഹം എന്ന പോലെ. അത് മതിയായിരുന്നു അവനും. അവർ വീടിനുള്ളിലേക്ക് കയറിയതോടെ അവൻ കാറും കൊണ്ട് എങ്ങോട്ടോ പോയി. അമ്മയ്ക്ക് മരുന്നും ഭക്ഷണവും കൊടുത്ത് ഉറങ്ങാൻ കിടത്തിയ ശേഷം നന്ദന റൂമിലെത്തിയപ്പോൾ ശ്രീത്ത് കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവൻ വന്നപോലെ അവൾ അറിഞ്ഞിരുന്നില്ല. നിന്റെ അമ്മ ഉറങ്ങിയോ? അവൻ ചോദിച്ചു. നന്ദന ഡോറടിച്ച് ലോക്ക് ചെയ്തു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം. ശ്രീത്ത് ചോദ്യഭാഗത്തിൽ അവളെ നോക്കി. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ നിങ്ങൾ ഈ വാത്തിന് മുന്നിട്ടിറങ്ങിയത്? അവൻ തോർത്തെടുത്ത് ചുമലിലിട്ടു. ആണെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? അതൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷെ എല്ലാം അറിഞ്ഞിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി ഒന്നും പോരാതെ ഇത്രയും നാൾ ഒന്നും അറിയാത്തതായി അഭിനയിച്ചില്ലേ? അത് ഞാൻ മറക്കില്ല, പൊറുക്കില്ല. എന്തൊക്കെയായിരുന്നു? അമ്മയും കൊണ്ട് പുറത്തു പോകുന്നു, ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നു, നിങ്ങൾക്ക് യാതൊരു വിലയും തരാത്ത എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഫുഡ് പാഴ്സൽ വാങ്ങുന്നു. നിങ്ങൾ അതിന് മാത്രം നല്ലവനെന്നല്ലോ. ഇതാണ് എൻ്റെ വിധിയെന്ന് കരുതി ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ച ഞാൻ ഇനി അതില്ല. നിർത്തടി, അമർത്തിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. വെറുതെ ഒച്ചയുണ്ടാക്കി നിന്റെ അമ്മയെ ശല്യപ്പെടുത്തണ്ട. നീ അറിയാൻ ആഗ്രഹിക്കുന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, നിന്നെ നിന്റെ അനിയത്തിയെ ഒരു ദത്തെടുത്താണോ? അല്ല, നിങ്ങളുടെ പെരുമാറ്റം കണ്ട് ചോദിച്ചാ. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ച പോലെ നീ എപ്പോഴെങ്കിലും നിന്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? ഒരു സിനിമ അല്ലെങ്കിൽ ബീച്ചിൽ കുറച്ചു നേരം, ഇതിനൊന്നും ലക്ഷങ്ങൾ ചിലവാവില്ല. നീ കാമുകന്റെ കൂടെ സിനിമയ്ക്കും പാർക്കിലും ബീച്ചിലും എല്ലാം കുറെ കറങ്ങി നടന്നിട്ടുണ്ടാവില്ലേ? ഒരിക്കൽ പോലും രോഗിയായ സ്വന്തം അമ്മയെ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചോ? നന്ദന നാവിറങ്ങിയ പോലെ നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയവളല്ലേ നീ? എത്ര നേരം നിന്റെ അമ്മയോട് സംസാരിച്ചു? ഞാൻ വരുമ്പോൾ നീ ഉമ്മർത്ത് ഫോണും കുത്തി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ. നിന്റെ അനിയത്തി പിന്നെ ആ മുറിയിൽ അടയിരിക്കുക. തമ്പുരാട്ടി പുറത്തിറങ്ങിയില്ല. മരുന്നും ഫുഡ് എടുത്തു കൊടുക്കുന്ന മാത്രമല്ല സ്നേഹം, അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയവും പ്രധാന. നീ എൻ്റെ വീട്ടിലിങ്ങനെ കണ്ടിട്ടുണ്ടോ? അതിനൊന്നും അതെനിക്ക് ഉത്തരവില്ലായിരുന്നു. ശ്രീത്തിന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ അവനും അമ്മയും കുറെ നേരം ഒരുമിച്ചിരിക്കും. മിക്കവാറും ഉഷയുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലോ ആയിരിക്കും. അവളെയും കൂടെ ഇരുത്തി നാട്ടുവിശേഷങ്ങളും മറ്റും സംസാരിക്കും. ആ സമയത്ത് നീരജിനെ വീഡിയോ കോൾ ചെയ്യും. കളിച്ചിരികൾ നിറഞ്ഞ കുറച്ചു നേരം. ഈ വീട്ടിലാകെ 3 ആളല്ലേ ഉള്ളൂ. പക്ഷേ അതിൽ നാട്ടിയ കല്ലുപോലെ 3 ആൾ 3 ഭാഗങ്ങളിലാ. പ്രേമിച്ച് നടക്കുമ്പോൾ കാമുകിന് കൊടുത്ത സമയത്തിന്റെ 100-ൽ1 അംശമെങ്കിലും സ്വന്തം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്ക്. എന്നിട്ട് തന്നെ വിചാരണ ചെയ്യാൻ വാ. അവൻ ഡോർ തുറക്കാൻ ഒരുങ്ങി. പിന്നെ എന്തോർത്ത പോലെ തിരിഞ്ഞു. നീ ഇതുവരെ ചെയ്തിരുന്ന കടമകൾ മാത്രമാ, ആരെയും സ്നേഹിച്ചിട്ടില്ല. അത് പഠിപ്പിക്കുന്നതിൽ നിന്റെ അച്ഛനും അമ്മയും തോറ്റുപോയി. ജീവിക്കാനുള്ള ഓട്ടത്തിനിടെ അവർക്കതിന് പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കാതെയുള്ള ജീവിതമൊക്കെ ഒന്നിനും കൊള്ളാത്തതാ. അച്ഛൻ മരിച്ച ശേഷം നിനക്കൊക്കെ വേണ്ടി ഓടി നടന്നൊരു മനുഷ്യനുണ്ടല്ലോ, നിന്റെ മാമൻ രാഘവൻ. അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയാണ് നിന്റെ അമ്മ ഇന്നലെ പറഞ്ഞില്ലേ? ഒന്ന് അവിടെ വരെ പോകാൻ നിനക്കോ നിന്റെ അനിയത്തിക്കോ തോന്നിയോ? ബാത്റൂമിലേക്ക് വരെ ഫോൺ കൊണ്ട് പോകുന്നുണ്ടല്ലോ, ഒന്ന് വിളിച്ച് അന്വേഷിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചോ? അദ്ദേഹം കൊണ്ടുവന്ന് തിന്നതിന്റെ നന്ദിയെങ്കിലും കാണിക്കണം. ഞാൻ കുറച്ചും അവിടെ പോയിരുന്നു. നിനക്ക് യാത്രാക്ഷീണമുള്ളതുകൊണ്ടാണ് വരാത്തെന്ന് ഞാൻ പറഞ്ഞു, അല്ലാതെ മോശക്കാരിയാക്കാൻ തോന്നിയില്ല. നീ പ്രേമിച്ചവന്റെ കൂടെ ജീവിക്കാൻ വിട്ടില്ലെന്നാണല്ലോ അമ്മയും മാമനൊക്കെ ചെയ്ത് തെറ്റ്. നിന്റെ ലൈഫിലെ നല്ലതും ചീത്തയും അവരെക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയില്ല. ഞാൻ വലിയ മാന്യനൊന്നല്ലെങ്കിലും അവനേക്കാൾ ബെറ്ററാണെന്ന് തോന്നിയോണ്ടാണല്ലോ എനിക്ക് നിന്നെ തന്ന്. അവൻ ഡോർ തുറന്നു. പിന്നെ അവളെ നോക്കി. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നാളെ തരാം, എന്റെ വീട്ടിലെത്തിയിട്ട്. അത് കേട്ടതിന് ശേഷം നിനക്ക് തീരുമാനിക്കാം നിൽക്കണോ പോണോന്ന്. ഞാൻ നിർബന്ധിക്കില്ല. തീരുമാനം നിന്റെയാ, നിന്റെ മാത്രം. ഇവിടെ നിന്നെ തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല. ശ്രീത്ത് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. ഒന്ന് മാത്രം പറയാം, വേറൊരുത്തിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തന്നെയാ നിന്നെ കിട്ടിയത്. അതിലെനിക്ക് യാതൊരു കുറ്റബോധമില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഞാൻ ചെയ്തൊരു വലിയ മനുഷ്യന് വേണ്ടിയാ, സഖാവ് ഗോപി, നിന്റെ അച്ഛൻ. ആൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. അതെ, ഒരു ജന്മം കൊണ്ട് തീർക്കാൻ പറ്റാത്ത കടപ്പാടുണ്ട് അദ്ദേഹത്തോട്. ആ കഥ നാളെ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് ഭക്ഷണം വേണ്ട. നിന്റെ മാമനമ്മായി നിർബന്ധിച്ചപ്പോൾ അവിടുന്ന് കഴിച്ചു. ഇന്നെനിക്ക് കുളി കഴിഞ്ഞ് സമാധാനത്തിൽ നിന്ന് ഉറങ്ങണം. ഇത്രയും നാൾ ഉള്ളിൽ അടക്കി വെച്ചതിൽ കുറച്ചെങ്കിലും നിന്നോട് പറഞ്ഞല്ലോ. അവൻ പുറത്തിറങ്ങി കുളിമുറി ലക്ഷ്യമാക്കി നടന്നു. നന്ദന ഒന്നും മനസ്സിലാവാതെ വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു. കുറച്ച് സമയം കൊണ്ട് അവൻ പറഞ്ഞു തീർത്ത വാക്കുകളൊക്കെ ആ മുറിയിൽ അലയടിക്കുകയായിരുന്നു. എല്ലാം ശരിയാണ്, അമ്മയെ പരിചരിച്ചിട്ടുണ്ട്. പക്ഷെ സ്നേഹം
അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കല്യാണത്തിന് ശേഷം അമ്മയെ വല്ലപ്പോഴും വിളിച്ചിട്ടുണ്ട്. മാമനെ തീരെ വിളിച്ചില്ല. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നോ, അതോ അസുഖബാധിതയാണെന്ന സഹതാപമോ? നീ നോയിക്കൂടി ജാനകി. നാളെ ഞാനെങ്ങാനും മരിച്ചുപോയാ എന്റെ മക്കൾ രണ്ടും നിന്നെ റാണിയെ പോലെ വാഴിക്കും. ഞാനില്ലാത്തതിന്റെ യാതൊരു കുറവും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. പണ്ടൊരു ഞായറാഴ്ച വൈകുന്നേരം ഇതേ വീടിന്റെ ഉമ്മറത്തിരുന്ന് അച്ഛൻ അഭിമാനത്തോടെ പറഞ്ഞ ഓർമ്മയിലേക്ക് ഓടിയെത്തിയപ്പോൾ അവളുടെ ഹൃദയം വിങ്ങി. അച്ഛൻ മരിച്ച ശേഷം അമ്മയുടെ പാതി ജീവൻ പോയിരുന്നു. അതിന്റെ കൂടെ അസുഖവും. താങ്ങായി നിൽക്കേണ്ട താൻ എന്താണ് ചെയ്ത്? ജോലിക്ക് പോയി. കിട്ടുന്ന പൈസ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി ചെലവാക്കി. അപ്പോഴും ആഗ്രഹിച്ച പോലെ പഠിക്കാനോ ആഗ്രഹിച്ച ജോലി ചെയ്യാനോ പറ്റാത്ത സങ്കടവും ദേഷ്യവുമായിരുന്നു മനസ്സ് നിറയെ. ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന കിനാവ് അച്ഛൻ്റെ മരണത്തോടെ നഷ്ടമായി. ഡിഗ്രി പഠനം പാതി വഴി നിർത്തിയിട്ടാണ് സെയിൽസ് ഗേളിന്റെ വേഷമണിഞ്ഞത്. എല്ലാത്തിനോടും വെറുപ്പ്. കുറച്ചൊരാശ്വാസം ആദർശമായിരുന്നു. അതും ഇല്ലാതാക്കിയപ്പോൾ അമ്മയോട് അകൽച്ച കാട്ടി. തെറ്റ് തന്നെ. പക്ഷെ അച്ഛനും തന്റെ ഭർത്താവും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെ ഒരാളെ പറ്റി അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നയന അവിടെ ഇരുന്ന് ആർക്കൊണ്ടുവന്ന ബിരിയാണി കഴിക്കുന്നുണ്ടായിരുന്നു. സാതാപത്തോടെ അവളെ നോക്കി നന്ദന അമ്മയുടെ മുറിയിലേക്ക് പോയി. ജാനകി കണ്ണടച്ച് ചാരി കിടക്കുകയാണ്. അവൾ പതിയെ കട്ടിലിരുന്നു. അതറിഞ്ഞിട്ടാണോ അവർ കണ്ണു തുറന്ന് നോക്കി. മോള് കിടന്നില്ലേ? ഇല്ല. അമ്മയും തുറങ്ങാത്ത? 2 കാലും നല്ല വേദന. ഇന്ന് കുറെ നടന്നില്ലേ, അതുകൊണ്ടാവും. നന്ദന അവരുടെ കാലുകൾ തടവി തുടങ്ങി. മോളെ ആര് വിളിക്കുന്ന കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. മോൾക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. എന്നെ ഇടയ്ക്കിടെ ശ്രീത്വം അവൻ്റെ അമ്മയും വിളിക്കാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് അവൻ്റെ അനിയൻ നീരജ് വിളിച്ചിരുന്നു. നന്ദനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ കുടുംബം എന്തുകൊണ്ടാണ് തന്നോട് ഇത്ര അടുപ്പം കാട്ടുന്നത്? നല്ല ആൾക്കാരാ. മോള് പഴയതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കും നയനക്കും അവർ മാത്രമേ ഉണ്ടാവൂ. എത്ര കാലം എന്ന് വെച്ചാൽ രാഘവേട്ടനെ ആശ്രയിക്കുക. അമ്മയില്ലാണ്ടായാൽ നീ വേണ്ടേ നയനയുടെ കാര്യങ്ങൾ നോക്കാൻ? നന്ദന പതിയെ കട്ടിൽ കിടന്ന് അവരെ ചുറ്റിപ്പിടിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അവർ നന്ദനയുടെ തലയിൽ തഴുകി. നിന്നോട് എന്തിനാ മോളെ ദേഷ്യം? നിന്റെ കാര്യത്തിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ നിങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ ആയിരുന്നു. പക്ഷെ അസുഖം കാരണം എനിക്കൊന്നിനും പറ്റിയില്ല. പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നീ കടയിൽ നിസ്സാര ശമ്പളത്തിന് ജോലിക്ക് പോയി വരുന്ന കാണുമ്പോൾ ചങ്ക് പൊട്ടുന്ന വേദന തോന്നിയിട്ടുണ്ട്. നീ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസക്ക് മരുന്ന് വാങ്ങി കഴിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നല്ല. ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. ആർ നന്ദനയുടെ നെറ്റിൽ ഉമ്മവച്ചു. സ്നേഹിച്ചവൻ്റെ കൂടെ നിന്നെ ജീവിക്കാൻ വിടാഞ്ഞ് ജാതിയും കുടുംബമഹിമയും കാശൊന്നും നോക്കിയിട്ടല്ല. ശ്രീത്തിന് നിന്നെ കൊടുത്തു അവൻ്റെ പണം കണ്ടിട്ടല്ല. നീ കയറി ചെല്ലുന്ന വീട്ടിലാ മരണം വരെ കഴിയേണ്ടത്. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്നെ ചേർത്ത് പിടിച്ച് സാരല്ല, നിനക്ക് ഞാനില്ലേ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരുത്തനാവണം ഭർത്താവ്. സരളയുടെ മോൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പ്രേമിച്ച് നടക്കുമ്പോൾ കാണുന്നതല്ല മോളെ ശരിക്കും ജീവിതം. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ നീ അദ്ദേഹത്തിനോട് സരളയുടെ മോനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്? എന്നിട്ട് അദ്ദേഹം നിന്നെ തല്ലിയോ വഴക്ക് പറഞ്ഞോ? നന്നായി പഠിച്ചൊരു ജോലി വാങ്ങി ആ സമയം വരെ അവൻ കാത്തിരിക്കുകയാണെങ്കിൽ നിന്റെ കല്യാണം നടത്താമെന്നല്ലേ പറഞ്ഞ്? അന്ന് രാത്രി നിന്റെ അച്ഛൻ ഒത്തിരി സങ്കടപ്പെട്ടു. നിന്റെ ഭാവിയെക്കുറിച്ചൊരു സ്വപ്നം കണ്ടിരുന്നു എന്നും അത് പോയി എന്നും പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ആരും നെടിവേർപ്പെട്ടു. ഇന്ന് അച്ഛൻ്റെ ആത്മാവ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും. ഇനി എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് അതിൻ്റെ ചോറുകൊണ്ട് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന്. അതൊരു ആയുസ് ഉണ്ടാവില്ലെന്നറിയാം. എങ്കിലും വെറുതെ ഒരാഗ്രഹം. നന്ദനയ്ക്ക് ഹൃദയത്തിൽ സൂചി കൊണ്ട് കുത്തേറ്റ പോലെ തോന്നി. ഒരേ മുറിയിൽ ഒരേ കട്ടിലിൽ പരസ്പരം തൊടാതെ കിടക്കുന്നവർക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവാൻ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒത്തിരി അകലെയാണ് താനും ഭർത്താവുമെന്ന് മറ്റുള്ളവരോട് പറയാനും കഴിയില്ലല്ലോ. മോള് പോയി കിടന്നു. ഇന്ന് ഞാൻ അമ്മയുടെ കൂടെയാ. അയ്യോ അത് വേണ്ട. ശ്രീത്ത് എന്ത് കരുതും? എന്തെഴുതാൻ? ഒരു ദിവസം എൻ്റെ അമ്മയുടെ കൂടെ കിടന്നെന്ന് കരുതി അങ്ങേരെന്നെ ഉപേക്ഷിക്കുന്നില്ല. അവൾ അവരെ മുറുകെ കെട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചു. അവളുടെ മനസ്സ് അമ്മയോട് 1000 തവണ മാപ്പ് പറയുകയായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാത്തതിന്, ഉള്ളു തുറന്ന് സംസാരിക്കാത്തതിന്, അമ്മയുടെ കൊച്ചു കൊച്ചു ആശകൾ സാധിപ്പിച്ചു കൊടുക്കാത്തതിന്. പിറ്റേന്ന് രാവിലെ പോവാനിറങ്ങും മുമ്പ് ശ്രീത്ത് നയനയുടെ മുറിയിൽ ചെന്നു. അവൾ തയ്യൽ മെഷീന്റെ മുമ്പിലായിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റു. ഞങ്ങൾ ഇറങ്ങുക. അവൾ താല്പര്യമില്ലാത്ത തലയാട്ടി. നിനക്കെന്നെ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം എനിക്കറിയാം. സാറില്ല, എന്തെങ്കിലും മനസ്സ് മാറിയാ എൻ്റെ വീട്ടിലേക്ക് വരണം. അവൾ മറുപടി അറിഞ്ഞില്ല. ശ്രീത്ത് കട്ടിൽ നിവർത്തിയിട്ട് ഡ്രസ്സിലേക്ക് നോക്കി. ഒരു പാർട്ടി വെയർ ആയിരുന്നു അത്.
ഇത് നയന ഡിസൈൻ ചെയ്താണോ? അതിനവൾ തലയാട്ടി. ആഹാ, സൂപ്പറാണല്ലോ, ഞാൻ നോക്കിക്കോട്ടെ. ആളുടെ മുഖം ആഹ്ലാദം കൊണ്ട് വിടർന്നു. എടുത്തോ എന്നവൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. മുത്തുകളും വർണ്ണ നൂലുകളും കൊണ്ട് അലങ്കരിച്ച ആ ഡ്രസ്സ് ശ്രീത്ത് എടുത്തു നോക്കി. താനാള് കൊള്ളാലോ. താൻ മുറിയിൽ കഥയടിച്ച് വെറുതെ ഇരിക്കുകയാണെന്ന് ഞാൻ കരുതിയത്. റിയലി സോറി. ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നല്ല കഴിവ് വേണം. ഇതൊരു പ്രൊഫഷനായി ചെയ്തൂടെ? അയ്യോ, ഞാൻ വെറുതെ, അങ്ങനെയൊന്നും എനിക്കറിയില്ല. നയനക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇല്ലേ? ഉണ്ട്. ഇതുപോലെയുള്ള ഡ്രസ്സ് ഉണ്ടാക്കി അത് ഇട്ടിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക. ആവശ്യക്കാർ തന്നെ വിളിച്ചോളും. അപ്പോൾ കാശ് വാങ്ങി അയച്ചു കൊടുക്കണം. സാധനത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ പിന്നെയും പിന്നെയും ആളുകൾ തേടി വരും. ആരെയും ആശ്രയിക്കാതെ എനിക്ക് ജീവിക്കാം. നയനൊന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. ആദ്യമായിട്ടാണ് അവളൊരാൾ അഭിനന്ദിക്കുന്നത്. ഇതുപോലെ 2-3 ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് നന്ദനെ കാണിച്ചിരുന്നു. അവൾ കൊള്ളാമെന്ന് ഒറ്റവാക്കിൽ മറുപടി ഒതുക്കി. അതിനുശേഷം ആരെയും കാണിക്കാറില്ല. സമയം പോക്കിന് വേണ്ടി ഓരോന്നും ചെയ്യും, അത്രമാത്രം. ഇനിതാ ഒരാൾ തനിക്ക് ആത്മവിശ്വാസം തന്നിരിക്കുന്നു. അവൾക്ക് അതോടൊപ്പം കുറ്റബോധവും തോന്നി. ഈ വീട്ടിൽ വന്നിട്ട് ഒരിക്കൽ പോലും താൻ ഈ മനുഷ്യനോട് സംസാരിച്ചിട്ടില്ല, മുമ്പിൽ നിന്നിട്ട് പോലുമില്ല. നയനക്കിൻ്റെ എല്ലാ ഹെൽപ്പും ഉണ്ട്. എന്നോട് ചോദിക്കാൻ മടിയാണെങ്കിൽ ചേച്ചി വിളിച്ചോ. ശരി, ഇറങ്ങട്ടെ. പുഞ്ചിരിയോടെ അവൻ മുറിവിട്ടിറങ്ങി. കുറച്ച് കഴിഞ്ഞ് നന്ദനകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ പോവാ. ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കൊടുക്കണം. മരുന്ന് മറക്കരുത്. അതുപോലെ അധികം നടക്കാൻ അമ്മയെ വിടണ്ട. അവൾ ഏതാനും 500 രൂപ നോട്ടുകൾ നയനയുടെ കയ്യിൽ പിടിപ്പിച്ചു. തൽക്കാലം ഇതേ ഉള്ളൂ. ഇപ്പോൾ ജോലിക്ക് പോകാറില്ലല്ലോ. ഇതന്നെ ശ്രീയേട്ടൻ തന്നാ. നിനക്ക് ആവശ്യങ്ങൾ കാണുന്നറിയാം. കുറച്ച് ക്ഷമിക്ക്, ഞാനിതിൽ വഴിയുണ്ടാക്കാം. നയന നിറകണ്ണുകളോട് അവളെ നോക്കി. അവളത് കാണാത്ത മട്ടിൽ പുറത്തിറങ്ങി. ജാനകിയോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും പുറപ്പെട്ടു. ആദ്യം അവിടെ അമ്മാവ് രാഘവനെ കണ്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് ഉച്ചയാകുമ്പോഴാണ് അവർ ശ്രീയത്തിന്റെ വീട്ടിലെത്തിയത്. അവളെ ഇറക്കി വിട്ട് അവൻ ആരെ കാണാനുണ്ടെന്നും പറഞ്ഞ് പോയി. നീ ഇവിടെ ഇല്ലാഞ്ഞിട്ട് വീടാകെ ഉറങ്ങിയ പോലെ ആയിരുന്നു, ഉഷ പറഞ്ഞു. അകത്തേക്ക് കയറാൻ തന്നെ തോന്നിയില്ല. ഇന്നലെ സുശീലയുടെ വീട്ടിൽ കിടന്നുറങ്ങി. ഇത്രയും തന്നെ സ്നേഹിക്കാൻ താൻ എന്താണ് ചെയ്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് മോളെ? പഴയതുപോലെ തന്നെ. കാലിനൊക്കെ ബലക്കുറവ് വന്നു തുടങ്ങി. ഡോക്ടർ പറഞ്ഞ് ഇനിയൊന്നും ചെയ്യാനില്ലെന്നാ. വേദന കുറയാനൊക്കെ മരുന്നുണ്ട്. അത് കഴിച്ച ക്ഷീണത്തിന് ഉറങ്ങിപ്പോവും. പാവം. ശ്രീയേണ്ണ എൻ്റെ അച്ഛനെങ്ങനെയാ പരിചയം? അവനൊന്നും പറഞ്ഞില്ലേ? ഉഷ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇല്ല, സസ്പെൻസ് ത്രില്ലർ പോലെ ഇച്ചിരി പറഞ്ഞ് അവസാനിപ്പിച്ചു. അവൾ പറയുന്ന കേട്ട് ഉഷ പൊട്ടിച്ചിരിച്ചു. എങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിയാവാൻ തന്നെ പറഞ്ഞോളൂ. ഞാൻ സസ്പെൻസ് കളയുന്നില്ല. അമ്മയ്ക്ക് എന്നോട് ഒട്ടും ദേഷ്യല്ലേ? എന്തിന്? വേറൊരുത്തിനെ സ്നേഹിച്ച പെണ്ണിനെ മോൻ കല്യാണം കഴിച്ചതിന്? അതിന് നിന്നോടാണോ? എൻ്റെ മോനോടല്ലേ ദേഷ്യം തോന്നേണ്ടത്? പിന്നെ നിന്റെ പ്രണയം അത് കലിപ്പൻ ചെക്കനോട് കാന്താരി പെണ്ണോട് തോന്നുന്നൊരു ഇഷ്ടം മാത്രമായിരുന്നു. അല്ലാതെ ഭ്രാന്തമായ പ്രണയമൊന്നുമല്ലെന്ന് മനസ്സിലാക്കിയോണ്ടാ സമ്മതിച്ചത്. എന്നാലും കുറച്ചുകൂടെ ദേഷ്യം ഉണ്ടായിട്ടില്ലേ? ഉഷ അവിടെ ഇരുചുമലിലും കൈവച്ചു. എനിക്ക് 2 ആൺമക്കളാ. ഒരു പെൺകുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. ഇവന്മാർ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനാ വിധിയെന്ന് പിന്നീട് മനസ്സിലാക്കി. നിന്നെ ആദ്യം കണ്ടപ്പോഴും ഈ വീട്ടിൽ വലതുകാലം വെച്ച് നീ കയറിയപ്പോഴും ദേഷ്യമല്ല, പേടിയായിരുന്നു. നിനക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന പേടി. നന്ദന പരവശയായി അവരെ നോക്കി. നാളെ നിനക്കും ശ്രീജുവിൻ്റെ ഇടയിൽ ഞാനൊരു അധികപ്പറ്റാണെന്ന് നീ ചിന്തിച്ച ഞാൻ തകർന്നു പോകും. എനിക്ക് മക്കളും മാത്രമേ ഉള്ളൂ. പക്ഷേ നിന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. മരുമകളായിട്ടല്ല, മകളായിട്ടാ നിന്നെ കാണുന്നത്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ആരുടെ ശബ്ദമിടറിയപ്പോൾ നന്ദനക്ക് സഹിച്ചില്ല. ആൾ ഉഷയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നെ ഇങ്ങനെയൊന്നും സ്നേഹിക്കല്ലേ അമ്മേ. അറിയിക്കാത്ത എന്തോ കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ നല്ലൊരു മകളല്ല, നല്ലൊരു ചേച്ചിയല്ല, നല്ലൊരു ഭാര്യയല്ല. ഉഷാവുടെ മുതുകിൽ പതിയെ തലോടി. മോളുടെ മനസ്സിൽ എന്താണെന്ന് അമ്മയ്ക്കറിയാം. എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട്. കരച്ചിലടങ്ങിയപ്പോൾ ഉഷാവുടെ കണ്ണുനീർ തുടച്ചു. ശ്രീജി ഉപദേശിയാണല്ലേ, അവനൊരു മണ്ടന. നിന്റെ പ്രായം അവൻ്റെ പ്രായം ഒന്നല്ലെന്ന ചിന്തയൊന്നും അവനില്ല. മോളാതൊന്നും കാര്യാക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, നീയായിട്ടിരുന്നാ മതി. 2 സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? അവൾ ആകാംക്ഷയോട് ഉഷയെ നോക്കി. ഒന്ന്, മറ്റന്നാൾ രാവിലെ നീരജ് ഇവിടെ എത്തും. ആണോ? അതെ, കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അടുത്ത ഹാപ്പി ന്യൂസ് കേൾക്കണ്ടേ? അവർ കള്ളച്ചിരിയോടെ നന്ദനയെ നോക്കി. മോള് വീണ്ടും പഠിക്കാൻ പോകുന്നു. ഞാനോ? ഏയ്, അതൊന്നും വേണ്ട. വേണല്ലോ. ഡിഗ്രി തുടരാൻ നിനക്ക് താല്പര്യമില്ലെന്നല്ലേ അന്ന് പറഞ്ഞ്? വേണ്ട. പക്ഷെ ഉള്ളിലൊരു കൊച്ചു സ്വപ്നം ഉണ്ടായിരുന്നില്ലേ? ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന സ്വപ്നം. അത് നമുക്ക് പൊടി തട്ടി എടുക്കണം. വേണ്ടമ്മേ, ശരിയാവില്ല. ആൾ വിഷമത്തോടെ പറഞ്ഞു. വേണം. ഉഷയുടെ ശബ്ദം ഉറച്ചതായിരുന്നു.
നിന്റെ മാമൻ്റെ മോൾ ആതിരയാ ഇക്കാര്യം ശ്രീജുവിനോട് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ആവണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നുവെന്ന്. ആ ജോലിക്ക് നിസ്സാര ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്നിട്ടും നീ അത് ആഗ്രഹിച്ച് പൈസ ലക്ഷ്യമാക്കിയല്ല, മനസ്സിൻ്റെ സന്തോഷം അല്ലേ? നന്ദനം തലവുലുക്കി. അപ്പോൾ ആ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ നിന്റെ കെട്ടിയോൻ തീരുമാനിച്ചു. ഇന്നലെ രാത്രി തന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞതാ. ഇന്ന് രാവിലെ ഞാൻ ടൗണിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അന്വേഷിച്ചു. അടുത്ത ആഴ്ച പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങും. നീയും പോവും. ഇനി എനിക്ക് പഠിക്കാമെന്ന് വയ്യമ്മ. പെണ്ണെ നീ അടി വാങ്ങിക്കൂട്ടോ. ഉഷ കയ്യോങ്ങി. നിനക്കെൻ്റെ അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, പറയുന്ന അനുസരിച്ചാൽ മതി. വാ കഴിക്കാം. ആറ് നന്ദിനെയും ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. രാത്രി 9 മണി കഴിഞ്ഞപ്പോഴാണ് ശ്രീജിത്ത് തിരിച്ചെത്തിയത്. ജോലി സംബന്ധമായി ഒരുപാട് അലഞ്ഞതിൻ്റെ ക്ഷീണം അവനുണ്ടായിരുന്നു. ഉഷയോട് 2 വാക്ക് സംസാരിച്ച് അവൻ മുറിയിലെത്തുമ്പോൾ നന്ദന കിടക്കുകയായിരുന്നു. ഒരു കൈ വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. അവൾക്ക് പീരീഡ്സ് കാരണം നല്ല വയറുവേദനയുണ്ടെന്ന് ഉഷ അവനോട് പറഞ്ഞിരുന്നു. അവനെ കണ്ടതും അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷെ അവൻ വേണ്ടെന്ന് കൈ കാണിച്ച് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുമ്പോഴും അവൾ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ആ മുഖത്ത് നിന്ന് അവന് മനസ്സിലായി. അവൻ മുറിവിട്ടിറങ്ങി. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു. അവൻ പതിയെ നന്ദനയുടെ അടുത്തിരുന്നു. നീ അത്താഴം കഴിച്ചോ? ചോദ്യം കേട്ട് കണ്ണു തുറന്ന നന്ദന കഴിച്ചു എന്ന് തലയാട്ടി. മലന്നെടുക്ക്. അവൾ അനുസരിച്ചു. ശ്രീജിത്ത് അവളുടെ ടോപ്പ് പതിയെ ഉയർത്തി വയറിൽ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചു. നന്ദനയ്ക്ക് നേരത്തൊരു ആശ്വാസം തോന്നി. വൈകിട്ട് ഉഷയെ അവൾക്ക് ചൂട് പിടിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇത് തൻ്റെ ഭർത്താവാണ്. താൻ സ്നേഹിക്കാത്ത തൻ്റെ ഭർത്താവ്. ശരിക്കും താൻ ഇയാളെ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാം അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചെന്ന് കേട്ടപ്പോൾ നേരത്തെ വെറുപ്പ് തോന്നിയെന്നായിരുന്നു സത്യം. പക്ഷെ തൻ്റെ അമ്മയ്ക്കോ അനിയത്തിക്കും വേണ്ടി ചോദിക്കാതെ തന്നെ പൈസ തന്ന് അവർ കൊടുത്തേ ഞാൻ കൊടുത്താൽ വാങ്ങാൻ വേണ്ടി ഉണ്ടാവും എന്ന് ആജ്ഞാപിച്ചപ്പോഴും ഇങ്ങോട്ടുള്ള യാത്രയിൽ നയനയുടെ കഴിവിനെപ്പറ്റി വാതോരാ സംസാരിച്ചപ്പോഴും ആ വെറുപ്പ് കുറഞ്ഞു വന്നു. തന്നെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ മാത്രമാണ് വന്നതെങ്കിൽ ഒരിക്കലും തൻ്റെ വീട്ടുകാരോട് ഇത്രയും അടുപ്പം കാട്ടില്ലല്ലോ. ആദ്യ രാത്രിയിൽ പന്തൽ കാശെങ്കിലും മുതലാക്കുമെന്ന് പറഞ്ഞവൻ ഇത്രയും നാളായിട്ട് തന്നെ മോശമാക്കിയൊന്നും നോക്കുപോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ വയറിൽ ചൂട് പിടിക്കുന്ന സമയത്തും അവൻ്റെ വിരൽ പോലും ദേഹത്ത് തട്ടുന്നില്ല. തന്നെയും തൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്ന, തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇയാൾ എന്താണ് തിരിച്ചു പ്രതീക്ഷിക്കുന്നത്? അതിന് മാത്രം താൻ ആരാണ്? വേദന കുറവുണ്ടോ? സൗമ്യമായ ശബ്ദത്തിൽ ശ്രീജിത്ത് ചോദിച്ചു. കുറഞ്ഞു. വേദന കുറഞ്ഞെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇതെല്ലാ മാസം ഉണ്ടാവുന്ന, അങ്ങനെ മരുന്ന് കഴിച്ചാൽ മാറില്ല. നന്ദന നേരത്തെ ചിരിയോടെ പറഞ്ഞു. അവനോടുള്ള അകൽച്ച കുറഞ്ഞു വരുന്നതായി മനസ്സിലായപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. നിനക്കറിയണ്ടേ ഞാൻ നിന്റെ അച്ഛനെങ്ങനെയാ പരിചയമെന്ന്? ആഗ്രഹമുണ്ട്, പക്ഷെ ശ്രീയേട്ടന് പറയാൻ താല്പര്യം മാത്രം പറഞ്ഞാൽ മതി. അതെന്താ അങ്ങനെ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ താല്പര്യം പോയിക്കോ, തടയില്ലെന്ന് ഇന്നലെ പറഞ്ഞില്ലേ? അഥവാ ഞാൻ പോയാലോ? ശ്രീജിത്ത് ഞെട്ടിലോടെ അവളെ നോക്കി. നീ പോവോ? പിന്നെന്താ, പ്രേമിച്ചവനെ തേച്ചിട്ട് നിങ്ങളുടെ ഭാര്യ അവൾ കാണും. ഏതാനും മാസത്തെ ബന്ധം അവസാനിപ്പിച്ചിട്ട് പോകാൻ പ്രയാസം. എന്നെ മറക്കാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്രയ്ക്ക് അടുപ്പം തോന്നാൻ ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ എന്നെ കാണാൻ തുടങ്ങിയിട്ട്. ആര് പറഞ്ഞു? നീ വയക്കര സ്കൂളിൽ +2 പഠിക്കുമ്പോൾ മുതൽ കാണുന്ന. നന്ദന ഞെട്ടി. എന്നെയോ? അതെ. യൂണിഫോം, നീല ടോപ്പ്, വെള്ള പാൻറ്, വെള്ള ഷോള്, മുടി 2 സൈഡിലും മെടഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പൊട്ട്, അതിനു മേലെ ചുവപ്പ് കുറി. ചിരിക്കുമ്പോൾ ഈ ഒറ്റ നുണക്കുഴി വിടുന്നൊക്കെ അന്നേ ഞാൻ ശ്രദ്ധിച്ച. നന്ദന അവിശ്വസനീയതയോടെ അവനെ നോക്കി. ഈ മുഖം തനിക്ക് പരിചയമില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് എവിടെയും കണ്ടതായി ഓർമ്മയില്ല. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും കണ്ടിരുന്നു. മറിഞ്ഞിന്ന് പ്രേമിച്ചൊന്നല്ല, നിന്നെ കാണിച്ചത് നിന്റെ അച്ഛൻ തന്നെയാ, സഖാവ് ഗോപി. നീ അറിയണം ഞങ്ങളെങ്ങനെയാ പരിചയമെന്ന്. വലിയ ട്വിസ്റ്റുള്ള കഥയൊന്നുമല്ല. അവൻ ഹോട്ട് വാട്ടർ ബാഗ് മാറ്റിവെച്ച് ലൈറ്റ് അണച്ച് അവളുടെ അരിയിൽ മലർന്നു കിടന്നു. നല്ല മഴയുള്ളൊരു ദിവസം. സമയം രാത്രി 8:30 മണി. ബസ് സ്റ്റാൻഡിലെ ചായക്കടയുടെ വരാന്തയിൽ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് മഴയിലേക്ക് നോക്കിയിരിക്കുകയാണ് ശ്രീജിത്ത്. ബസ് സ്റ്റാൻഡിലും പരിസരത്തും കറണ്ടില്ലായിരുന്നു. കണ്ടക്ടർ സുഗതൻ അവൻ്റെ അരിയിലെത്തി. വൃത്തികെട്ട കാലാവസ്ഥയാണല്ലോ ശ്രീജു, ഈ ട്രിപ്പ് പോക്കായിരിക്കും. സാറിലും സുഗതേട്ടാ എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അവൻ ചായ ഗ്ലാസ് ടേബിളിൽ വെച്ചു. എൻ്റെ പൈസ കൊടുത്തേക്ക്. കൊടുത്തടാ. എന്നാ വാ ഓടാം. ആർ മഴയിലൂടെ ബസ്സിന് നേരെ ഓടി. പെട്ടെന്നാണ് ഒരാൾ എതിരെ വന്ന്. ശ്രീജിത്ത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അയാളും ഒരു കയ്യിൽ കൂടെയും മറുകയിൽ പ്ലാസ്റ്റിക് സഞ്ചിയും തൂക്കി ബസ്സിന്റെ ബോർഡ് നോക്കി നടക്കുകയായിരുന്നു അയാൾ. രണ്ടാളും കൂട്ടിമുട്ടി. അയാൾ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീണു. പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിന്ന് പച്ചക്കറികൾ നിലത്തേക്ക് ചിതറി. ശ്രീജിത്ത് പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയ്യോ സോറി ഏട്ടാ. ഏയ് കുഴപ്പമില്ല. അയാൾ പച്ചക്കറികൾ സഞ്ചിയിൽ തിരിച്ചിടാൻ തുടങ്ങി. ശ്രീജിത്തും സുഗതനെ അയാളെ സഹായിച്ചു. ഈ ഉള്ളിയൊക്കെ ചീഞ്ഞാണല്ലോ, കറണ്ടില്ലാത്തതുകൊണ്ട് കടക്കാരൻ പറ്റിച്ചാണോ? സുഗതൻ ചോദിച്ചു. ഏയ് അല്ല, ആ ബാറിൻ്റെ അടുത്തുള്ള സ്നേഹ വെജിറ്റബിൾസ് ഇല്ലേ, ഞാൻ അവിടെയാ ജോലി ചെയ്യുന്നത്. ചീഞ്ഞതൊന്നും അവിടെ വിൽക്കാൻ പറ്റില്ലല്ലോ. വേസ്റ്റിൽ കളയും മുമ്പ് കുറച്ച് നല്ലതൊക്കെ ഞാനിങ്ങ് എടുക്കും.
എൻ്റെ വീട്ടിലിതൊക്കെ മതിയെന്നേ. ശ്രീത്ത് അയാളെ നോക്കി. മുഷിഞ്ഞ ഷർട്ടും മുണ്ടുമാണ് വേഷം, നരച്ച മുടിയിഴകൾ. മറ്റൊരു ബസ്സിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം ശ്രീത്ത് കണ്ടു. അവനും ഞെട്ടി. ഗോപിയേട്ടനല്ലേ? അയാൾ അത്ഭുതത്തോടെ അവരെ നോക്കി. അതെ. എന്നെ മനസ്സിലായോ? എവിടെയോ കണ്ടപോലെ. ഗോപിയേട്ടൻ, ഞാനാ ശ്രീത്ത്, പനംകുന്നുകളവിനടുത്ത് വീടുള്ള. മറന്നോ? ഗോപി കുറച്ചേരം ആലോചിച്ചു. ആളെ മനസ്സിലായതോടെ അയാൾ സന്തോഷത്തോടെ അവന്റെ കയ്യിൽ പിടിച്ചു. നീയാണോ? സത്യമായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. അമ്മയ്ക്കും അനിയനൊക്കെ സുഖാണോ മോനെ? അതെ. നീ എന്താ ഇവിടെ? ബസ്സിലാണോ ജോലി? അങ്ങനെയൊന്നുമില്ല, ഇത് എൻ്റെ ബസ്സാ. ഇടയ്ക്ക് ഡ്രൈവർ ഇല്ലാത്തപ്പോൾ ഞാൻ ഓടിക്കും. ആണോ? നന്നായി. ഒടുവിൽ നീ ജയിച്ചല്ലോ, എനിക്കത് മതി. അനിയൻ എന്ത് ചെയ്യാ? പഠിക്കുക. ഗോപിയാണ് ഇതിനു മുമ്പൊന്നും ഈ സമയത്ത് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ കടയിൽ ജോലി കയറിയിട്ട് ഒരാഴ്ചയാവുന്നേ ഉള്ളൂ. മേസ്തിരി പണിക്ക് പോകാൻ പറ്റുന്നില്ല, നടുവേദന. ശ്രീജു, ടൈമായി. സുഗതനെ ഓർപ്പിച്ചപ്പോൾ ശ്രീത്ത് വാച്ച് നോക്കി. ഗോപിയേട്ടാ, ഞാൻ പോട്ടെ. ഒത്തിരി സന്തോഷം, ഇനിയൊന്നും കാണാലോ. ശരി മോനെ. അമ്മയോടും അനിയനോട് എൻ്റെ അന്വേഷണം പറയണേ. തീർച്ചയായിട്ടും. ശ്രീത്ത് അയാളുടെ പഴയ മൊബൈൽ വാങ്ങി തന്റെ നമ്പർ സേവ് ചെയ്ത് കൊടുത്തു. ഇവിടെ എത്തുമൊന്ന് വിളിച്ചാൽ മതി. ഗോപി തലയാട്ടി. അവൻ ബസ്സിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. വണ്ടി ഓടിക്കുമ്പോൾ ശ്രീത്തിന്റെ മനസ്സിലായ ഗോപിയായിരുന്നു. ആദ്യമായി അയാളെ കണ്ട ദിവസം. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മഴയുള്ളൊരു ദിവസം രാത്രി ജില്ലാ ആശുപത്രിയുടെ വരാന്തയിൽ നനഞ്ഞു വിറച്ച അനിയനെ ചേർത്ത് പിടിച്ച് പരിഭ്രാന്തിയോടെ നിൽക്കുന്ന ഒരു 15 വയസ്സുകാരൻ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ആ ലോറിക്കാരൻ റോങ് സൈഡിൽ വന്നാ വെള്ളടിച്ചിട്ടുണ്ടായിരുന്നു. കാറ് തവിട് ഓടിയായി. ഒരാൾ മറ്റൊരാളോട് പറയുന്നുണ്ട്. കാർ ഓടിച്ചിരുന്ന അയാൾ സ്പോട്ടിൽ തീർന്നു. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് സീരിയസാ. ആ പറയും തന്റെ അച്ഛനെ അമ്മയെ കുറിച്ചാണെന്ന് മനസ്സിലാക്കിയ 15-കാരന്റെ കണ്ണുനീർ മഴവെള്ളത്തോടെ പൊലിച്ചിറങ്ങി. മോനെ, കൂടെ വേറെ ആരുമില്ലേ? ഒരു നേഴ്സ് ചോദിച്ചു. അവനില്ലേന്ന് തലയാട്ടി. ബന്ധുക്കൾ ഒത്തിരിയുണ്ട്, പക്ഷെ ആരും വരാറില്ല. പ്രണയിച്ച് വിവാഹിതരായതിനാൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവരാണ് അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അവർക്ക് അപകടം പറ്റിയെന്നൊരു പരിചയക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ അനിയനെയും കൂട്ടി ആശുപത്രിയിൽ വന്നതാണ്. സ്കൂൾ യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. ജയ്സ, ഈ പിള്ളേരുടെ കൂടെ ആരുമില്ല. ബി പോസിറ്റീവ് ബ്ലഡ് വേണമല്ലോ. നേഴ്സ് അറ്റൻഡറോട് പറയുന്നവൻ കേട്ടു. എൻ്റെ അടുത്തോ ബി പോസിറ്റീവാ? അവൻ പറഞ്ഞപ്പോൾ നേഴ്സ് ആതാപത്തോടെ നോക്കി. പിന്നെ തിരിഞ്ഞടന്നു. സമയം ഇഴഞ്ഞു നീങ്ങിയാണ്. ഇടയ്ക്ക് 2 പോലീസുകാർ വന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അവൻ പറഞ്ഞൊക്കെ എഴുതിയെടുക്കുകയും ചെയ്തു. അച്ഛനെ മോർച്ചറിയിലേക്ക് മാറ്റിയെന്ന് പരിചയമില്ലാത്ത ഏതോ ഒരു വൃദ്ധൻ പറയുന്നുണ്ടായിരുന്നു. അതോടെ അവൻ അനിയനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആരോ തോളിൽ തട്ടി. അവൻ നോക്കുമ്പോൾ കരുണയുള്ള കണ്ണുകളുമായി ഒരാൾ. വെള്ളമുണ്ടും ഷർട്ടുമാണ് വേഷം, ഇരുനിറം. മക്കളുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. അച്ഛൻ അവനെ എങ്ങലടിച്ചു. അയാൾ മുന്നിനെ തുമ്പുയർത്തി രണ്ടുപേരെയും തകർടിച്ചു. രണ്ടാളുടെയും പേരെന്താ? ഞാൻ ശ്രീജിത്ത്, ഇതെന്റെ അനിയൻ നീരജ്. എൻ്റെ പേര് ഗോപി. അയാൾ അവരെ ബെഞ്ചിലിരുത്തി അടുത്തിരുന്നു. ശ്രീജിത്ത്, ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. അച്ഛൻ മരിച്ചു. അത് എത്രത്തോളം വിഷമമുണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചിരുന്നു. അവരൊക്കെ നാളെ എത്തൂ. അഥവാ വന്നാലും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകും. അയാൾ ശ്രീജിത്തിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അച്ഛൻ മരിച്ച മോൻ്റെ അമ്മയെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഒത്തിരി വിഷമിക്കുന്ന മോന് ചിന്തിക്കാലോ. മോൻ വേണം അമ്മയ്ക്കും അനിയനും ശക്തി കൊടുക്കാൻ. നിന്നെ കണ്ടാലേ അറിയാം പ്രായത്തേക്കാൾ പക്വതയുണ്ടെന്ന്. ഇനി നീയാണ് കുടുംബനാഥൻ. കരയേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നീ കരയുന്ന അവരെ തളർത്തു എന്ന് ഓർമ്മ വേണം. അയാൾക്ക് രണ്ടുപേർക്കും ചായയും കഴിക്കാനും വാങ്ങിക്കൊടുത്തു. നേരം പുലരും വരെ കൂട്ടിയിരുന്നു. ആ മനുഷ്യൻ ആരാണെന്ന് പോലും സ്ത്രീത്തിന് അറിയില്ലായിരുന്നു. കുടുംബക്കാരനല്ല, നാട്ടുകാരൻ പോലുമല്ല. പക്ഷെ തന്റെ അമ്മയ്ക്ക് രക്തം കൊടുത്ത അയാളാണ്. അച്ഛന്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ അയാൾ കൂട്ടുനിന്നു. അമ്മയുടെ സർജറി നടത്താനുള്ളതിന്റെ അനുമതി പത്രത്തിൽ സഹോദരനെ എഴുതി ഒപ്പുവെക്കുന്നവൻ കണ്ടതാണ്. അപകടമരണമായതുകൊണ്ട് അമ്മയ്ക്ക് ബോധം വരുന്നവരെ അച്ഛന്റെ ശരീരം വെക്കേണ്ടെന്ന നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തീരുമാനത്തെ അദ്ദേഹം അംഗീകരിച്ചു. ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പൊതുശ്മശാനത്തിൽ അച്ഛന്റെ ചിതയിരിന്ന് നോക്കി നീരജ് ഉറക്കെ നിലവിളിച്ചപ്പോൾ ശ്രീത്ത് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ ഇടതടവില്ലാതെ പെയ്തു. അയാൾ ആരാ? അമ്മയുടെ ബന്ധത്തിലെ ഒരു മാമൻ ശ്മശാനത്തിലെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗോപിയെന്നെ ചൂണ്ടി മറ്റൊരാളോട് ചോദിച്ചു. അത് ഗോപി, സഖാവ് ഗോപി. പാർട്ടിക്കാരനാണോ? അതെ, എലക്ഷനിൽ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ സ്ഥാനങ്ങളൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കും. എല്ലാവർക്കും ഇയാളെ ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്. ഇന്നലെ ബി പോസിറ്റീവ് രക്തമാണെന്ന് പറഞ്ഞപ്പോൾ വന്നാ. ഈ നേരം വരെ വീട്ടിൽ പോയിട്ടില്ല. ഇന്ന് അയാളുടെ മോളുടെ പിറന്നാളാ. എന്നിട്ടും ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ? ശ്രീത്ത ആ അവസ്ഥയിലും ബഹുമാനത്തോടെ ഗോപിയെ നോക്കി. ഈ പുള്ളി ഗൾഫിലായിരുന്നു അല്ലേ? സംസാരം തന്റെ അച്ഛനെ കുറിച്ചാ. അതെ, ലീവിന് വന്നാ. ഉഷക്ക് പനിയായതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാ അപകടം നടന്ന്.
എന്ത് ചെയ്യാനാ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതെ, ഇത്രയേ ഉള്ളൂ, ശ്രീത്ത് സ്വയം പറഞ്ഞു. വർഷത്തിൽ 1 മാസം മാത്രമാണ് അച്ഛനെ കാണാൻ കഴിഞ്ഞിരുന്നത്. 2 മക്കൾക്കും പെട്ടി നിറയെ സാധനങ്ങളുമായി വരുന്ന ഒരാൾ. ആ 1 മാസം ഉത്സവമായിരിക്കും. പക്ഷെ തിരിച്ചു പോകുന്ന ദിവസം അച്ഛന്റെ നിറഞ്ഞ കണ്ണുകൾ. ഒമ്മ തരുമ്പോൾ ആ ഉള്ളം പിടയുന്നു. അച്ഛൻ പോയി കഴിഞ്ഞാൽ അച്ഛന്റെ ഷർട്ടിൽ മുഖം പൂഴ്ത്തി കരയുന്ന അമ്മ. ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പോഴും അച്ഛനൊരു യാത്ര പോയി, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. വലിയ പെട്ടിയും തൂക്കി പിടിച്ച് എന്റെ ഉണ്ണിക്കുട്ടന്മാരെവിടെയെന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇനി ആ മുറ്റത്തേക്ക് വരില്ല. തന്നെയും അനിയനെയും ഇരുവശവും കിടത്തി ഗൾഫിലെ കഥകൾ പറയാൻ അച്ഛനിനി ഉണ്ടാവില്ല. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത് മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ കഷ്ടപ്പെടുമ്പോൾ തിരിച്ചു വരാൻ അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഉഷേ, അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വന്നോളാം, അച്ഛൻ പറയാറുണ്ട്. വീട് വെച്ചതും കുറെ ദൂരം സ്ഥലം വാങ്ങിയതും കാറ് വാങ്ങിയതുമെല്ലാം സ്വന്തം ജീവിതം മരുഭൂമിയിൽ ഹോമിച്ചിട്ടാണ്. ശ്രീജു, അടുത്ത സ്കൂൾ വെക്കേഷൻ നിങ്ങൾ 3 നാളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, ഉറപ്പാ. കുറച്ചു ദിവസം മുമ്പ് അച്ഛൻ പറഞ്ഞതാണ്. ആ വാക്ക് പാലിക്കാതെ അച്ഛൻ പോയി. ഇനി അച്ഛനില്ല. ആ നിലത്തേക്കിരുന്ന് കാൽമുട്ടിൽ മുഖം പൊഴുത്തി ശബ്ദമില്ലാതെ കരഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ശ്രീത്തിന്റെ വീട്. ബന്ധുക്കളുടെ വരവ് ചുരുങ്ങി ചുരുങ്ങി തീരെ ഇല്ലാതായി. അവിടെ ഭർത്താവിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പാവം പെണ്ണും 2 ആൺമക്കളും മാത്രം. അമ്മ ഇടയ്ക്കിടെ അച്ഛനെ ഓർത്ത് ഞെട്ടി എഴുന്നേറ്റ് കരയുന്ന കണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ആൺകുട്ടികൾ. അവിടേക്കാണ് ഗോപി കയറി വന്ന്. അയാളെ കണ്ടും ശ്രീയത്തിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. മോന് SSLC പരീക്ഷയിൽ നല്ല മാർക്കുണ്ടല്ലേ, ഇവിടുത്തെ മെമ്പർ പറഞ്ഞു. അയാൾ വന്നയുടനെ ശ്രീയത്തിനെ കെട്ടിപ്പിടിച്ചു. നന്നായി, ഇനിയും പഠിക്കണം. അയാൾ കയ്യിലെ പലഹാരപ്പോയി നീരജിന് നൽകി. അമ്മയുടെ മക്കളെ. ശ്രീത്ത് അയാളെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഉഷ ഭാസ്കറിന്റെ ഫോട്ടോ ഇമച്ചിമ്മ നോക്കിയിരിക്കുകയായിരുന്നു. അപകടത്തിലേറ്റ പരിക്കുകൾ മാറിയിട്ടില്ല. അതിലുപരി ഭർത്താവിന്റെ വേർപാട് അവരെ മാനസികമായി തളർത്തിയിരുന്നു. അയാൾ അരികിലിരുന്നു. ഒരു മരണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട 3 ജീവിതങ്ങൾ. ഉഷേ, കഴിഞ്ഞത് കഴിഞ്ഞു, എത്ര നാൾ ഇങ്ങനെ? മറുപടിയിലായിരുന്നു. ഈ മക്കൾക്ക് ഇനി നീയേ ഉള്ളൂ, അത് ഓർമ്മ വേണം. ഉഷ അയാളെ നോക്ക് മാത്രം ചെയ്തു. പിന്നെ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. കുറച്ചു നേരം അവിടെ ഇരുന്ന ശേഷം ഗോപി പുറത്തിറങ്ങി. ശ്രീത്ത് നിർവികാരനായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. +1 എവിടെ ചേരുന്നേ? അയാളുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അവനുണ്ടായിരുന്നില്ല. അഡ്മിഷൻ അപേക്ഷിച്ചതും അവനെ ചേർക്കാൻ കൊണ്ടുപോയതെല്ലാം ഗോപി തന്നെ. ആ അമ്മയ്ക്കും 2 മക്കൾക്കും എല്ലാ സഹായങ്ങളും അയാൾ നൽകി. ശ്രീത്ത് +2 കഴിഞ്ഞപ്പോഴേക്കും ഉഷ ജീവിതവുമായി പൊരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ഭർത്താവിന്റെ ഓർമ്മകൾ. ആ വീട്ടിൽ താമസിക്കാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി. ഭാസ്കരേട്ടന് വീതം കിട്ടിയൊരു വീടും സ്ഥലമുണ്ട്, അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ വയ്യ ഗോപിയേട്ടാ, പണ്ട് 1 വർഷം തയ്യാൻ കാത്തിരിപ്പാ. ഇനി കാത്തിരിപ്പിനുള്ളിൽ വരാൻ ആളില്ലെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം. അതുകൊണ്ട് പോവാന്ന് വെച്ചു. അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലവരാ. പോരായിട്ട് ഇവിടെ പഠിത്തത്തിനും ആ സ്ഥലം കൂടുതൽ ചേരുക. നന്നായി ഉഷേ, നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. ഗോപി ആ തീരുമാനത്തെ അംഗീകരിച്ചു. അന്നയാൾ ശ്രീത്തിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളിവിടുന്ന് പോകുന്ന മോനെ നല്ലത്. ഇവിടെയുള്ള ആളുകൾ നിങ്ങളുടെ ഒരു കാര്യത്തിനും സഹായിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്കും പരിമിതികളുണ്ട്. വിധവയായ ഒരു പെണ്ണ് താമസിക്കുന്നിടത്തേക്ക് ഞാനിങ്ങനെ വന്നു പോകുന്നതിൽ പലരും മറ്റു പല കഥകളും പറഞ്ഞുണ്ടാക്കും. അത് നിനക്ക് മനസ്സിലാവുമല്ലോ. അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ശ്രീയത്തിനറിയാം. നാട്ടുകാരിൽ ചില അർത്ഥം വെച്ച് ഓരോന്ന് പറയുന്ന അവനും കേട്ടിട്ടുണ്ട്. അമ്മയും ഗോപിയേട്ടനെയും വിഷമിപ്പിക്കണമെന്ന് കരുതി അവനത് അവഗണിക്കുകയായിരുന്നു. ഗോപിയേട്ടൻ തന്റെ അമ്മയെ കൂടെ പിറപ്പായിട്ടാണ് കാണുന്നത്. അമ്മയ്ക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടവും ബഹുമാനവുമാണ്. ശ്രീയത്തിനും ആ നാടും അടുത്തിരുന്നു. എവിടെയായാലും നന്നായി പഠിക്കണം. അച്ഛനില്ലാത്തതിന്റെ വിഷമം അമ്മയ്ക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ അമ്മയെ ഇവിടെ ആക്കി അച്ഛൻ കടൽ കടന്ന്. ഒരുമിച്ച് ജീവിക്കേണ്ട നല്ല സമയമൊക്കെ അവർ 2 ആളും നിങ്ങൾക്കായി ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും അത് തിരിച്ചിട്ടില്ല. അപ്പൊ ആ വേദന മോനെന്ന് ഓർത്തു നോക്ക്. അമ്മയുടെ കണ്ണ് നിറയാതെ നോക്കണം. ഇനി എൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പോ ഗോപിയേട്ടനി ഞങ്ങൾ കാണാൻ വരില്ലേ? വരും, എന്തെങ്കിലും ഒരിക്കൽ. നിങ്ങളെപ്പോലെ സഹായം ആവശ്യമുള്ള നിറയെ ആളുകൾ ചുറ്റിലുമുണ്ട്. അതിൽ ചിലർക്ക് വേണ്ടിയെങ്കിലും ഇതുപോലെ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഗോപിയേട്ട ഒന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? എന്താ മോനെ? ഇതിന്ന് ഗോപിയേട്ടൻ എന്താ നേട്ടം? സ്വന്തം കാശ് ചെലവാക്കി കുടുംബം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ എന്താ ലാഭം? ഗോപി പുഞ്ചിരിയോടെ അവന്റെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ലാഭത്തിന് വേണ്ടിയല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. പുണ്യത്തിന് വേണ്ടി ചെയ്യാൻ ഞാൻ ഈശ്വരവിശ്വാസിയല്ല. നിങ്ങൾക്ക് ഞാൻ ഉപകാരപ്പെട്ടെങ്കിൽ നാളെ നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആരുടെയെങ്കിലും കണ്ണീരൊപ്പം. ഞാൻ മരിച്ചു കഴിഞ്ഞ് പാർട്ടിക്കാരുടെ അവസാനം ഇൻകിലാബ് മുഴങ്ങിക്കഴിഞ്ഞാലും ചില മനസ്സിലെങ്കിലും സഖാവ് ഗോപി ജീവനോടെ ഉണ്ടാവും. എൻ്റെ അഭാവത്തിൽ ഭാര്യ 2 പെൺകുഞ്ഞുങ്ങളും പട്ടിണി വെക്കേണ്ടി വരില്ല. അവരെയും ആരെങ്കിലും സഹായിക്കും. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ശ്വാസം നിലക്കുന്ന നിമിഷത്തിലും ഞാൻ സന്തോഷവാനായിരിക്കും. ആ സംതൃപ്തി
അത് മതി എനിക്ക്. അയാളും നിർത്തി. ചത്തുപോകും മുമ്പ് ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ടേ മോനെ, അല്ലാതെ കാശും പ്രശസ്തിയും നോക്കിയിട്ടല്ല. ഭാവിയിൽ നിന്റെ മുന്നിൽ കുട്ടി കരയുന്ന കണ്ട നിനക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് അടിച്ചു പോകാൻ പറ്റില്ല. ആശുപത്രി വരാന്തയിൽ നിറഞ്ഞെന്ന 15-കാരനെ നിനക്ക് ആ നിമിഷം ഓർമ്മ വരും. ഉറപ്പായി നീ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് കാര്യം തിരക്കും. ഈ നന്മയുടെ വിത്ത് നിന്റെ ഉള്ളിൽ വിതക്കാൻ പറ്റിയതിനേക്കാൾ വലിയ നേട്ടം എന്താണുള്ളത്? സഖാവ് എന്ന വാക്കിന് യാതൊരു കളങ്കവും വരാതെ ജീവിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അത്രയും പറഞ്ഞ് മുണ്ട് മടക്കി കുത്തി ഗോപി നടന്നകന്നു. പിന്നീട് ആ നാട്ടിലെ വീട് വിറ്റ് എന്നേക്കുമായി പോകുന്ന ദിവസമാണ് അവർ അവസാനമായി കണ്ടത്. സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിയ ശേഷം നിശബ്ദമായൊരു യാത്ര പറച്ചിൽ. ഒടുവിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ ബസ് സ്റ്റാൻഡിൽ വെച്ച് അപ്രതീക്ഷിതമായി വീണ്ടും അവർ കണ്ടുമുട്ടി. ശ്രീത്ത് അതീവ സന്തോഷത്തോടെ ഗോപിയെന്നെ കണ്ട കാര്യം അമ്മയോടും അനിയനോടും പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവരാവശ്യപ്പെട്ടു. പിറ്റേന്ന് രാത്രി ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോൾ അവനത് അയാളോട് പറഞ്ഞു. അതിനെന്താ മോനെ, ഒരു ദിവസം ഞാൻ വരാം. അയാൾ സമ്മതിച്ചു. ചായക്കടയിൽ ഇരിക്കായിരുന്നു അവനും ശ്രീത്തും. ഗോപിയുടെ വീട്ടിലെല്ലാവർക്കും സുഖാണോ? അങ്ങനെ ചോദിച്ചാ അയാളുടെ മുഖം മ്ലാനമായി. ജാനകി എൻ്റെ ഭാര്യ, അവൾക്ക് ക്യാൻസറാ. ഇപ്പൊ കീമോ കഴിഞ്ഞു. മക്കള് പഠിക്കുക. ശ്രീതിന് വല്ലായ്മ തോന്നി. അതോടൊപ്പം യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആ മനുഷ്യനെ പരീക്ഷിക്കാൻ ദൈവത്തോട് വെറുപ്പും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ജാനകിയെ പൊന്നുപോലെ നോക്കും. അവളും മക്കളും എൻ്റെ ഭാഗ്യ. കഷ്ടപ്പാടൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷേ അത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല. അത് അവനും അറിയാം. +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തി. അനിയന്റെ പഠിപ്പ്, മറ്റ് ചെലവുകൾ, അതിനു മുകളിലല്ല തന്റെ ഭാവി എന്ന തോന്നലിൽ തുടർ പഠനമെന്ന സ്വപ്നം അവസാനിപ്പിച്ചു. ആദ്യം ബസ്സിൽ ക്ലീനർ, പതിയെ ഡ്രൈവിംഗ് പഠിച്ചു, ലൈസൻസ് എടുത്തു. തനിക്ക് അന്നം തന്ന ബസ് വിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന്റെ സമ്പാദ്യം എടുത്തത് വാങ്ങി. തളർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും പിന്മാറിയില്ല. ആ തീരുമാനം ശരിയായിരുന്നെന്ന് കാലം തെളിയിച്ചു. മക്കളെന്ത് ചെയ്യാ ഗോപിയേട്ടാ? മോള് സെന്റ് മേരീസ് സ്കൂളിൽ +1 രണ്ടാമത്തോളം നാട്ടിൽ തന്നെ 9 പഠിക്കുക. ആഹാ, എവിടെയാണോ മൂത്തോള്? ഞാനിതുവരെ കണ്ടില്ലല്ലോ. ഇനിയും സമയമുണ്ടല്ലോ. ഗോപി പോക്കലിൽ നിന്ന് കാശെടുക്കുമ്പോൾ അവൻ തടയാൻ ശ്രമിച്ചു. ഞാൻ കൊടുത്തോളാം. എന്തിന്? അയാൾ ചിരിച്ചു. ഒരു ചായക്കുള്ള കാശ് പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് നീ വാങ്ങിക്കൊടുക്കുക. അതാ വേണ്ടത്. രണ്ടുപേരുടെയും പൈസ കൊടുത്ത് നെഞ്ചു വിരിച്ച് അയാൾ നടന്നു പോകുന്ന ശ്രീത്ത് ആരാധനയോടെ നോക്കി നിന്നു. ഇടയ്ക്കൊരു ദിവസം അയാൾ അവന്റെ വീട്ടിലും ചെന്നു. അയൽക്കാർക്കൊക്കെ തന്റെ ഏട്ടനാണതെന്ന് പറഞ്ഞാണ് ഉഷ പരിചയപ്പെടുത്തിയത്. അതിലവർക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു. കാരണം ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോൾ അയാളുടെ രക്തമാണ് അവരെ രക്ഷിച്ച്. അയാളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവരെയും മക്കളെയും പ്രേരിപ്പിച്ച്. താൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെട്ടതിൽ ഗോപിയും സംതൃപ്തനായിരുന്നു. നാളുകൾ പിന്നെയും കടന്നുപോയി. ഫീനിക്സ് ട്രാവൽസ് എന്ന പേരിൽ ഒരു ഓഫീസ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ശ്രീത്ത് തുടങ്ങിയ ദിവസം ഗോപിയോടെ ഉണ്ടായിരുന്നു. 2 ട്രാവലർ വാൻ, ഒരു ടൂറിസ്റ്റ് ബസ്, ഇതുമായി തുടങ്ങിയ സംരംഭം. അപ്പോഴും താൻ ആദ്യമായി ജോലി തുടങ്ങിയ പ്രൈവറ്റ് ബസ് ശ്രീദുർഗ അവൻ ഉപേക്ഷിച്ചില്ല. അച്ഛൻ ഗൾഫിൽ വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഇതോടെ തീർന്നു. എനിക്ക് നല്ല പേടിയുണ്ട് ഗോപിയേട്ടാ. ജയിക്കണമെന്ന നിന്റെ തീരുമാനം തെറ്റല്ല ശ്രീജു. അയാൾ അവനെ കെട്ടിപ്പിടിച്ചു. ഗോപിയുടെ എൻ്റെ കൂടെ കൂടിക്കൂടെ? എനിക്കൊരു ബലമായിട്ട്. അപ്പോഴയാൾ പുഞ്ചിരിച്ചു. ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തി എഴുന്നേറ്റ് പറക്കുന്ന നിനക്ക് ഒരാളുടെയും പിൻബലം ആവശ്യമില്ല. അത് വേണ്ടവർക്ക് വേണ്ടിയാ ഞാനിപ്പോഴും ജീവിക്കുന്നത്. പഴയ സഖാവ് ഗോപി തന്നെയായിരുന്നു അയാൾ. ഇടയ്ക്കിടെ ട്രാവൽസിൽ അയാൾ പോകും, ശ്രീത്തിനോട് സംസാരിക്കും. അതാണ് എൻ്റെ മൂത്ത മോള്. ഒരു ദിവസം വൈകിട്ട് ഗോപി പറഞ്ഞു. അയാൾ വിരൽ ചൂണ്ടിയെടുത്തേക്ക് ശ്രീത്ത് നോക്കി. കൂട്ടുകാരികളോടൊത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കിയായിരുന്നു നന്ദന. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.